ഈ നിമിത്തങ്ങൾ ജീവിതം മാറ്റിമറിക്കും. നമ്മുടെ ഭാഗ്യം അരികിലെത്തുന്നതിൻ്റെ സൂചനകൾ പലതാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട്. എല്ലാ ഘടകങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയസാധ്യതയേറുന്നത്. എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്നത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. നല്ല മനസ്സും കഠിനാധ്വാനവും സത്പ്രവർത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കുക എന്ന് ചിന്തിച്ചു പോകാറില്ലേ? അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വരാൻ പോകുന്ന കാര്യങ്ങളുടെ ദൈവം തരുന്ന സൂചനയാണ് നിമിത്തങ്ങളെ കണക്കാക്കുന്നത്. യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ഒക്കെ നിമിത്തമായി എടുക്കാറുണ്ട്. ഏതെങ്കിലും വിശേഷ കാര്യങ്ങളുടെ ആരംഭത്തിൽ കാണപ്പെടുന്ന ശുഭകരമായ അല്ലെങ്കിൽ അശുഭമായ ലക്ഷണം എന്നാണ് നിമിത്തം എന്ന വാക്കിന്റെ അർത്ഥം. ജ്യോത്സ്യനെ കാണാൻ വരുമ്പോൾ വരുന്നയാൾ പറയുന്ന വാക്ക്, ഇരിക്കുന്ന സ്ഥലം, കൈകൊണ്ട് തൊടുന്നത് എവിടെ, ആ സമയത്ത് ജ്യോത്സ്യന്റെ ശ്വാസഗതി എങ്ങനെ എന്നീ കാര്യങ്ങൾ നിമിത്തമായി എടുക്കാറുണ്ട്. നിമിത്തം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ജ്യോത്സ്യന്മാർക്കും വൈദ്യന്മാർക്കും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തനിക്കറിയേണ്ട കാര്യം ജ്യോത്സ്യൻ ആദ്യമേ പറയുമ്പോൾ വന്നയാൾ അത്ഭുതപ്പെടും. മണിനാദം, ശംഖനാദം തുടങ്ങിയവയൊക്കെ ശുഭലക്ഷണങ്ങളാണ്. മരണവാർത്തയും മറ്റും കേൾക്കുന്നത് അശുഭമായി കണക്കാക്കുന്നു. വിവാഹകാര്യം അന്വേഷിച്ച് സ്ത്രീയും പുരുഷനും വരുന്നത് ശുഭലക്ഷണമാണ്. മറിച്ചുള്ളത് നന്നല്ല. കണ്ണുകൾ തുടയ്ക്കുന്നതിന് ഭാഗ്യം നിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം വലം കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല. നിർഭാഗ്യങ്ങൾ തേടി വരുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. പക്ഷി ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായ കാര്യം മറ്റൊന്നും ഉണ്ടാകില്ല. തലയിലാണ് പക്ഷി കാഷ്ടം വന്ന് പതിക്കുന്നതെങ്കിൽ പറയും, വേണ്ട. അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് ശുഭസൂചനയാണ് കണക്കാക്കപ്പെടുന്നത്. പല ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷികാഷ്ടം തലയിൽ വന്ന് പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. ചിത്രശലഭങ്ങൾ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയും എന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നത് പുനർജന്മത്തിൻ്റെ സൂചനയായും കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗ്യ അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ കാണുന്ന അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല കാലത്തെ സൂചിപ്പിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളോ കുട്ടികളോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയോ നിങ്ങളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ അത് ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാറുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് നാം പറയാറുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ ലഭിക്കുമെന്നും പറയപ്പെടാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നാളുകൾ വരുന്നതിന് മുമ്പ് ദൈവം നൽകുന്ന ആ പ്രത്യേക അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. നിരവധി പേർ ഉറക്കം എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുൻപ് പതിവായി കണ്ണു തുറക്കാറുണ്ട്. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ 3 മുതൽ 5 വരെയുള്ള സമയത്താണ് ഉണരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുവെന്നാണ് അർത്ഥം. നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിയായ പാതയിലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാകാം ഇത്. പെട്ടെന്ന് സന്തോഷം വരിക. പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് സന്തോഷം അനുഭവപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ?
വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖം വളരെ വേഗം അവസാനിക്കും. അടുത്തതായി പശുവിന്റെ വരവ്. എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ പശു വരികയോ ഭക്ഷണത്തിനായി നിൽക്കുകയോ ചെയ്താൽ അത് വളരെ ശുഭസൂചകമാണ്. നിങ്ങളുടെ വീട്ടിൽ പക്ഷികളും മൃഗങ്ങളും കൂടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ശുഭകരമായ അടയാളമായി കണക്കാക്കപ്പെടുന്നു. വീടിനു ചുറ്റും പക്ഷികളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ വേഗം നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായി വീട്ടിൽ കുട്ടികൾ വരുന്നത്. കുട്ടികളിൽ ദൈവം കുടികൊള്ളുന്നു എന്നാണ് പറയാറുള്ളത്. ചെറിയ കുഞ്ഞുങ്ങളോ കുട്ടികളോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയോ നിങ്ങളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ അത് ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായി സ്വപ്നങ്ങളിൽ മന്ത്രങ്ങൾ കേൾക്കൽ. നിങ്ങളുടെ സ്വപ്നത്തിൽ രാമരാമ പോലുള്ള മന്ത്രങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഓം മന്ത്രത്തിന്റെ പ്രതിധ്വനി കേട്ടാൽ അതും പോസിറ്റീവാണ്. മന്ത്രങ്ങൾ, മണിശബ്ദം, ശംഖ് എന്നിവയുടെ ശബ്ദം സ്വപ്നങ്ങളിൽ കേൾക്കുന്നത് വളരെ ശുഭകരമായ അടയാളമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി കടബാധ്യത. കടക്കെണിയിലായിരിക്കുന്നതും പെട്ടെന്ന് അത് വീട്ടാൻ ഒരു വഴിയുണ്ടാകുന്നതായും ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിരിക്കാം. ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു നല്ല അടയാളമാണ്. ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ അവസാനിക്കാൻ പോകുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അടുത്തതായി ശരീരഭാഗങ്ങൾ തുടിക്കുന്നു. പുരുഷന്മാരിൽ വലതു കണ്ണോ വലതു കൈയോ തുടിക്കുന്നത് ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. നേരെ മറിച്ച് സ്ത്രീകളിൽ ഇത് ഇടതുഭാഗം തുടിക്കുന്നതായാണ് നല്ല ലക്ഷണമായി കണക്കാക്കുന്നത്. ഈ ശുഭലക്ഷണങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.